ഈ 5-ാം ആണ്ടിൽ നമ്മുടെ യോഗം ഇനി അടുത്ത വർഷങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ നല്ല വേനലിലായിരിക്കും ഈ ആണ്ട് ദിനങ്ങൾ കടത്തുകയാണ്. എന്നാലും സൗകര്യങ്ങളും സമയവും പ്രയാസങ്ങളുമൊക്കെ ഓർക്കുമ്പോൾ കുറച്ചു നേരം ഒന്നിച്ച് പ്രയാസപ്പെട്ടാലും അതും കഴിഞ്ഞ് പിരിയുന്നതാണ് നല്ലതെന്ന കാഴ്ചപ്പാടാണ് ഒടുവിൽ ഇതിൻ്റെ സംഘാടകർക്കും നമ്മൾ ആസ്വാദകർക്കും അടുക്കുള്ളത്. 5 വർഷം ബഹുമാനപ്പെട്ടവർ പിന്നിട്ടിട്ടായെന്ന് ഈ 5-ാം വാർഷികം പറയുമ്പോഴാണ് നമുക്ക് ഓർമ്മയാവുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള അവരുടെ സൃഷ്ടികൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ നിയോഗങ്ങളുണ്ട്. എന്തിനാണ് അവരെ സൃഷ്ടിച്ചത്, എന്താണ് അവരുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം, എന്തൊക്കെയാണ് തങ്ങൾ ചെയ്യേണ്ട ധർമ്മം, ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, ഇതൊക്കെ എല്ലാവരെ സംബന്ധിച്ചും പ്രധാനമാണ്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും അറിയില്ലല്ലോ, ആലോചിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹു എന്തിനാണ് തന്നെ സൃഷ്ടിച്ചതെന്നും സൃഷ്ടിജാലങ്ങളിൽ മനുഷ്യരിൽ തൻ്റെ ദൗത്യം എന്താണെന്നും തിരിച്ചറിയാൻ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വഴികാട്ടികൾ വേണം. അവരെ അതിലേക്ക് നയിക്കുന്നവരോ അവർക്ക് ഉപദേശങ്ങൾ നൽകുന്നവരോ അവർക്ക് ചെന്ന് ചോദിക്കാൻ പറ്റുന്ന അവലംബങ്ങളോ വേണം. അവരിലൂടെ ഓരോരുത്തരും അവരവരുടെ ദൗത്യം മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയുകയില്ല. പണ്ഡിതന്മാർക്ക് അങ്ങനെയല്ല. ഉപകാരപ്രദമായ അറിവ് കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എവിടെയാണ് തന്നെ നിർത്തിയിട്ടുള്ളത്, അള്ളാഹു എന്തിനാണ് തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് തൻ്റെ ദൗത്യം, എന്തൊക്കെയാണ് തൻ്റെ ചുമതല, ആ ചുമതല നിറവേറ്റാൻ എന്തൊക്കെയാണ് താൻ ചെയ്യേണ്ടത് എന്നൊക്കെ അള്ളാഹുവിൽ നിന്ന് അവർക്ക് അറിവ് കിട്ടും. മനസ്സിൻ്റെ അകത്ത് വെളിച്ചം വരും, അല്ലെങ്കിൽ അവരുടെ ഗുരുമഹത്തുക്കളിൽ നിന്ന് നിർദ്ദേശം വരും, അല്ലെങ്കിൽ അവർക്ക് നല്ല സ്വപ്നാറിയിപ്പുകൾ ഉണ്ടാകും. ഇതൊന്നുമില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള സിദ്ധികളെ, ഓരോരോ സിദ്ധികളെയും വിലയിരുത്തിക്കൊണ്ട് തിരിച്ചറിഞ്ഞ് അതെന്തിനു വേണ്ടി വിനിയോഗിക്കണം എന്ന് അവർ മനസ്സിലാക്കും. ഇങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിച്ചവരാണ് ഇവണ്ണം ബഹുമാനിക്കപ്പെടുകയും അനുസ്മരിക്കപ്പെടുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നവർ. ജീവിതത്തിൽ അവർക്കുള്ള ദൗത്യം നിറവേറ്റിയവരാണവർ. നമുക്കറിയാവുന്ന പോലെ അറബിൻ്റെ കണക്കിന് കൂട്ടിയാൽ ഏതാണ്ട് 93ഓളം വർഷം അവർ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ജീവിച്ചു. ഇംഗ്ലീഷ് തന്നെ കൃത്യമായി നമ്മൾ കണക്കൂടുന്ന ക്രിസ്താബ്ദ പ്രകാരം തന്നെ കൃത്യമായി 90 വർഷം ജീവിച്ചു. ഈ 90 വർഷവും താൻ എന്തിനു വേണ്ടിയാണോ നിയോഗിക്കപ്പെട്ടത്, തൻ്റെ ചുമതല എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നിറവേറ്റുന്നതിൽ വിഘ്നം കൂടാതെ, ഒരു മുടക്കവും കൂടാതെ ആയുഷ്കാലം അത്രയും അവിടുന്ന് അത് നിറവേറ്റിക്കൊണ്ടിരുന്നു. വഫാത്താകുന്ന സെക്കൻഡ് വരെയും നിറവേറ്റി എന്ന് തന്നെ പറയാം. 3-4 വർഷങ്ങൾ കിടപ്പിലാണെങ്കിലും നല്ല ബോധമുണ്ടല്ലോ, അറിവുണ്ടല്ലോ. എന്നോ കണ്ടിട്ടുള്ള ആളുകളെപ്പോലും, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ആളുകളെപ്പോലും, കൂടുതൽ ഇടപഴകാത്ത ആളുകളെപ്പോലും ആ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളുകളെ തിരിച്ചറിയുന്ന വിധമാണ് മരിക്കുന്ന സെക്കൻഡ് വരെ അദ്ദേഹം ജീവിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്. ആ കാലത്തൊക്കെയും വന്നു കാണുന്നവരുമായും പെട്ടെന്ന് വന്നുകൊണ്ട് ഉപദേശം തേടുന്നവരുമായും ശിക്ഷഗണങ്ങൾ കാണാൻ വരുന്നവരുമായും നാട്ടുകാർ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിലെല്ലാം തൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ട, തൻ്റെ റോൾ നിർവഹിക്കാൻ വേണ്ട വിധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
രോഗാവസ്ഥയിൽ പോലും അവരെ കിടത്തിയത്. ഇതാണ് മഹാനുടെ പ്രത്യേകത. ഇത്രയും നീണ്ട കാലം തൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നിൽക്കുക, സൃഷ്ടികളോടുള്ള കടപ്പാടുകളും സൃഷ്ടാവിനോടുള്ള കടപ്പാടും നിർവഹിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ നിർവഹിച്ചു കൊണ്ടിരുന്നവർക്ക് മൊത്തം പറയുന്ന പേരാണ് സ്വാലിഹീങ്ങൾ. സ്വാലിഹീങ്ങൾ എന്നറിയുന്നത് അമ്പിയാക്കന്മാർ ആ സ്വാലിഹീങ്ങളിലാണ്. അമ്പിയാക്കളിൽപ്പെട്ട മുർസലീങ്ങൾ ആ സ്വാലിഹീങ്ങളിലാണ്. ഉലുൽ അസ്മുകൾ എന്ന 5 പേര് ആ സ്വാലിഹീങ്ങളിലാണ്. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. അവരെയൊക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു മഹത്തായ നാമമാണ് സ്വാലിഹി എന്നത്, സ്വാലിഹീൻ എന്നത്. അങ്ങനെ അമ്പിയാക്കന്മാരെ ഖുർആൻ പറയുമ്പോൾ ഇബ്രാഹിം നബി അടക്കമുള്ള അമ്പിയാക്കന്മാരെ സ്വാലിഹികളിൽപ്പെട്ടു എന്ന് ഖുർആൻ പ്രകീർത്തിക്കുന്നത് കാണാം. നമ്മൾ കരുതിപ്പം ഒരു സ്വാലിഹായിട്ടുള്ളൂ. നബിയും മുർസലും ഉലുൽ അസ്മുകളിലൊക്കെ പെട്ടിട്ടു അവരും ഖുർആൻ പറയുന്നത് സ്വാലിഹീങ്ങളിൽപ്പെട്ടു എന്നാണ്. ഇതാണ് പരമാർത്ഥം. നബിയും മുർസലുമൊക്കെ ആവുക എന്നത് അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു കരിഞ്ഞേകുന്ന സ്ഥാനമാണ്. വാസ്തവത്തിൽ അതിലേൽപ്പിക്കപ്പെട്ട ദൗത്യം നിറവേറ്റി എന്നതിൻ്റെ പേരിൽ മാത്രമേ അതിൽ പോലും സ്തുതിക്കർഹതയുള്ളൂ. നുബുവത്ത് കിട്ടിയതിലോ റിസാലത്ത് കിട്ടിയതിലോ സ്തുതിക്കാനൊന്നുമില്ല. ഒരാളെ സ്തുതിക്കാൻ അതിനൊന്നുമില്ലല്ലോ. കാരണം സ്വന്തമായിട്ടുള്ള ഇഖ്തിയാരിയായി ലഭിക്കുന്ന ഒരു പദവി അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പദവിയാണ്. അവനവൻ തിരഞ്ഞെടുത്തുകൊണ്ട് അവനവൻ നിറവേറ്റിക്കൊണ്ട് ചുമതല നിറവേറ്റിക്കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നിറവേടുന്ന ഏറ്റവും മഹത്തായ സൗഭാഗ്യമുള്ള പദവി സ്വാലിഹ് എന്ന് പറയുന്നത് തന്നെയാണ്. ആ സ്വാലിഹ്യങ്ങളിൽപ്പെട്ടവരായിരുന്നു എന്ന് പറയുന്നത് ചെറുതല്ല. കടമകൾ നിറവേറ്റുന്നവരിൽപ്പെട്ടവരായിരുന്നു അവർ. നമുക്കറിയാം, അഭിവന്ദരായ ശൈഖുനാ താജുൽ ഉലമ അവരുടെ അവസാന കാലത്താണ് എത്തിപ്പെടാൻ ഈയുള്ളവന് യോഗമുണ്ടായത്. വണ്ടൂരിൽ അവിടുത്തെ സവിധത്തിൽ അവിടുത്തെ നിന്ന് ഓതാനായി കൃത്യമായി സാധിക്കുന്നത് 70 വയസ്സ് പിന്നിട്ട ശേഷമാണ്. അതിനു മുൻപും 3-4 വർഷം മുമ്പ് ജാമ്യയിൽ നിന്നിട്ടുണ്ട്, ഓതിയിട്ടുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ലേശമൊക്കെ. ആ സമയത്താണ് അവിടെ നിന്ന് ഓതാൻ പറ്റുന്ന വിധത്തിൽ കിട്ടുന്നത്. അവിടുത്തെ ശിഷ്യന്മാരിൽ ആ കാലം കൊണ്ട് തന്നെ അവിടത്തോടൊപ്പം ജീവിച്ചതും അതിൻ്റെ മുൻപ് ജീവിച്ചതും അവിടുത്തെ അറിഞ്ഞുകൊണ്ട് ജീവിച്ചതുമായ കാലത്തിനിടക്ക് തന്നെ ആദ്യം മുതൽക്കുള്ള അവിടുത്തെ ശിഷ്യന്മാർ, ദർസ് തുടങ്ങുന്ന ആരംഭകാലത്തുള്ള അവിടുത്തെ ശിഷ്യന്മാർ, മുതിർന്ന ശിഷ്യന്മാരെ കുറിച്ച് കാണാനും അവരുമായി ബന്ധപ്പെടാനും പേരറിയുന്ന വിധം പരിചയപ്പെടാനും ഈ ഉള്ളവന് സാധിച്ചിട്ടുണ്ട്, സൗഭാഗ്യമുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഒതുക്കുങ്ങൽ, ബഹുമാനപ്പെട്ടവർ ഓക്കെ ഉസ്താദ് അവർകൾ, അതേപോലെ തന്നെ അവരെക്കാളും മുതിർന്ന രീതിയിൽ ആദ്യകാലത്ത് ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരിൽപ്പെട്ട കുട്ടി മുസ്ലിയാർ അവർകൾ, അങ്ങനെയുള്ള KP തങ്ങൾ അവർകൾ, ആമീർ മുഹമ്മദ് മുസ്ലിയാർ അവർകൾ, വാണിയമ്പലം റഹ്മാൻ മുസ്ലിയാർ അവർകൾ, ഇവരൊക്കെ ശൈഖുനായുടെ ആദ്യകാലം മുതൽക്കുള്ള മമ്പാടും തലക്കടത്തൂരും അതിനു മുൻപുള്ള ചെമ്മങ്കടവും മറ്റുമൊക്കെയുള്ള ശിഷ്യന്മാരാണ്. ശൈഖുനയേക്കാൾ സ്ഥാനമുള്ള വയസ്സുള്ള ഒരുപാട് വയസ്സുള്ള ശിഷ്യന്മാരെ മാത്രമേ ഈ ഉള്ളവന് കാണാൻ കഴിയാതെ പോയിട്ടുള്ളൂ. ഓമച്ചപ്പുഴ പോക്കുരുട്ടി മുസ്ലിയാർ, വളവനൂർ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാർ പോലുള്ള മഹാന്മാർ, അള്ളാഹു അവരുടെയൊക്കെ ദറജകൾ ഉയർത്തട്ടെ. അവരുടെയൊക്കെ മഹത്വവും ബറക്കത്തും നമ്മളും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ അള്ളാഹു വർഷിക്കട്ടെ. മഹാ സൂഫിവര്യന്മാരും ഇൽമിൻ്റെ പർവ്വതങ്ങളുമാണ് നമ്മൾ ഈ വിവരിക്കുന്നവരൊക്കെ. അങ്ങനെയുള്ള ചില മഹാന്മാരൊഴിച്ചാൽ ബാക്കി ദർസി ജീവിതം തുടങ്ങിയിടം മുതൽക്കുള്ള മഹാന്മാർ ഒരുപാട് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ കൂട്ടത്തിൽ സദാ ശൈഖുനാക്ക് എപ്പോഴും ആവശ്യമുണ്ടായിരുന്ന ആളും ശൈഖുനെ എപ്പോഴും സഹവസിക്കുന്ന ആളും ശൈഖുനായെ എപ്പോഴും വന്നു കണ്ടിരുന്ന ആളുകളുമായിട്ടുള്ളവർ കുറച്ച് പേരാണ്. വളരെ കൂടുതലൊന്നും അത്തരം ആളുകളില്ല. പ്രത്യേകിച്ചും ശൈഖുനാ അവറുകൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന ആ സംഘം രൂപീകരിച്ച് കേരളീയ സുന്നി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി സത്യത്തിൻ്റെ സരണിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ നേതൃത്വവും തൻ്റെ ദൗത്യവും നിർവഹിക്കാൻ വേണ്ടി മഹാനർ മിനക്കെട്ട വിധിക്കപ്പെട്ട ആ ദൗത്യം അവർ മുറ പോലെ നിർവഹിച്ച ആ കാലമായതുകൊണ്ട് ഒരുപാട് ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്.
സമസ്തയുടെ നേതൃത്വത്തിലുള്ളവരാണ്, സമസ്തയുടെ വമ്പന്മാരായ മുഫ്തിമാരാണ്. അങ്ങനെയുള്ള ആളുകളാണ് കുറേയധികം പേർ. സംസ്ഥാന ജമിയത്തുലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാനും അവരോടൊപ്പം നിൽക്കാനും അവസാന കാലത്ത് യോഗമുണ്ടായ, സൗഭാഗ്യമുണ്ടായ കുറച്ചാളുകൾ മാത്രമാണ് എപ്പോഴും ശൈഖുനായെ സമീപിക്കുകയും ശൈഖുനായി ഇങ്ങോട്ട് ആവശ്യത്തിന് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നവർ. അക്കൂട്ടത്തിൽ എല്ലാവിധത്തിലും എപ്പോഴും ബഹുമാനപ്പെട്ട ശൈഖുനാവറുകൾക്ക് ആവശ്യമുണ്ടായിരുന്ന, ശൈഖുനായുടെ സദസ്സുകളിലും ശൈഖുനായുടെ ഹദറത്തിലും സദാ ഉണ്ടെന്ന് പറയാവുന്ന ഒരാളായിരുന്നു നമ്മൾ അനുസ്മരിക്കുന്ന ശൈഖുൽ ഉലമ അവറുകൾ. പ്രത്യേകിച്ച് 69 മുതൽ ബഹുമാനപ്പെട്ടവർ നുസ്രത്തുൽ അനാം എന്ന പത്രം തുടങ്ങി എഴുത്തു മേഖലയിലുള്ള തൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അക്കാലത്ത് അതിൻ്റെ എല്ലാ വർക്കുകളും അതിൻ്റെ ഭാഷാപരമായ എല്ലാ വൃത്തിയാക്കലുകളും എഡിറ്റിങ്ങുകളും വാസ്തവത്തിൽ ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട ശൈഖുൽ ഉലമ അവറുകളാണ്. ശൈഖുനാൻ്റെ ഭാഷയിൽ തന്നെ പുറത്തിറങ്ങിയാൽ പുതിയ തലമുറക്ക് വായിക്കാൻ കഴിയില്ലല്ലോ. ശൈഖുനായുടെ അതേ വരികളും സംസാരങ്ങളുമാണെങ്കിൽ തന്നെ സാധാരണക്കാർക്കും വലിയ ബുദ്ധിജീവികളല്ലാത്തവർക്കും മനസ്സിലാകില്ലല്ലോ. അവരിലേക്ക് ശൈഖുനായുടെ ആശയങ്ങളും ശൈഖുനായുടെ ലേഖനങ്ങളും അവരിലേക്ക് എത്തിക്കുകയും അവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നതിൻ്റെ മാധ്യമമായി, ശൈഖുനാക്ക് പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ മാധ്യമമായി ബഹുമാനപ്പെട്ടവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 69 മുതൽക്കുള്ള അവിടുത്തെ ജീവിതകാലം നുസ്രത്തുൽ അനാം എന്ന കൂട്ടത്തിൽ പറയട്ടെ, 2023 മുതൽ ആ നുസ്രത്തുൽ അനാം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു വരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളും ഭരണകൂടത്തിൽ നിന്നുള്ള വിലക്കും കാരണം. അൽഹംദുലില്ലാഹ് ഇപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ജൂൺ മാസം മുതൽ, ഈ ജൂൺ ജൂലൈ മാസങ്ങൾക്കിടയിൽ ജൂണിലൊക്കെ മുതൽ ഇൻഷാ അല്ലാഹ് അത് പുറത്തിറക്കണമെന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ വരിക്കാരെ ചേർത്തുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനിൻ്റെ കാലമാണിപ്പോൾ. നിങ്ങളെല്ലാവരെയും സമീപിക്കുന്ന ആളുകൾ നടാടെ ഒരു പത്രം തുടങ്ങുമ്പോൾ, തുടക്കത്തിൽ ഒരു പത്രം തുടങ്ങുമ്പോൾ എങ്ങനെയാണോ ചേരുക അങ്ങനെ അതിൽ ചേരണം. കാരണം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ തുടങ്ങുന്നത്. നിലവിലൊരു വരിക്കാരില്ല. ആ വരിക്കാരെയൊക്കെ നമ്മൾ ബുൽബുൽ പത്രികയും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് തീർത്തു. ഇനി തുടക്ക വരിക്കാരായിക്കൊണ്ടുള്ളവരാണ് ഇനി ചേരുന്നവർ. ആ വിധത്തിൽ അത് വിജയിപ്പിക്കാൻ ശൈഖുന അവരുടെ ആ മാസികയും ജിഹ്വയും അതേപോലെ നിലനിർത്താൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുന്നവരെ കൊണ്ട് സഹകരിപ്പിക്കുകയും വേണമെന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. ആ നുസ്രത്തുൽ അനാം കൂടി വന്നതോടുകൂടെ ശൈഖുനായുടെ ജീവിതം അവസാന കാലത്ത് കുറെ കൂടി സജീവമാവുകയാണ്. ആദ്യകാലത്തിലുപരി ബാധ്യതകളും ചുമതലകളും ധർമ്മങ്ങളും ശൈഖുന അവറുകളുടെ ചുമലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുകയാണ്. ആ ചുമലിൽ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ ഏറിയ കൂറും നിർവഹിക്കാൻ ശൈഖുനാക്ക് ഒപ്പം നിന്നുകൊണ്ട് സഹകാരിയായി ബഹുമാനപ്പെട്ടവർ നിന്നു. ശൈഖുന അവറുകളുടെ ജീവിതകാലത്ത് തന്നെ അവിടുത്തെ ഫത്താവ നുസ്രത്തുൽ അനാം എന്ന പേരിൽ നുസ്രത്തിലെ അവിടുത്തെ ഫത്വാകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2-3-4 ഭാഗങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ച ആ പുസ്തകങ്ങളിൽ കാണാം ഇതിലുള്ള ചോദ്യങ്ങൾ അത്രയും. ഇതിൻ്റെ പത്രാധിപർ ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ, പത്രാധിപർ അതിൻ്റെ സഹപത്രാധിപന്മാരുമായി വിശേഷിച്ച് എന്ന് പറഞ്ഞ് ശൈഖുൽ ഉലമായുടെ പേര് NK മുഹമ്മദ് മൗലവിയുമായി ആലോചിച്ചുകൊണ്ട് നൽകിയിട്ടുള്ളതാണ് എന്ന്. പത്രാധിപന്മാരുമായി ആലോചിക്കുന്നത് മുറയാണ്. സഹപത്രാധിപന്മാരോട് ചീഫ് എഡിറ്റർ ആലോചിക്കുക എന്നത് സാധാരണ സ്വാഭാവികമായ ഉപചാരമാണ്. അതങ്ങനെ ഉപചാരപൂർവ്വം പറഞ്ഞ ശേഷം പേര് പറഞ്ഞുകൊണ്ട് വിശേഷിച്ച് NK മുഹമ്മദ് മൗലവിയായി കൂടി ആലോചിച്ചുകൊണ്ട് നൽകിയതാണ് ഫത്വകൾ എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ പറയുമ്പോൾ ശൈഖുനായുടെ ഫത്വകൾ നൽകുന്നതിൽ ബഹുമാനപ്പെട്ടവർക്കുള്ള പങ്ക് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാം. ബഹുമാനപ്പെട്ടവർ ആ പേര് ചേർത്തുകൊണ്ടാണ് പ്രത്യേകമായി കൊണ്ട് അത് പ്രസിദ്ധീകരിക്കുന്നത്. 4 ഭാഗം പ്രസിദ്ധീകരിച്ചപ്പോൾ പിന്നീട് നമ്മൾ സമ്പൂർണ്ണ ഫത്താവ എന്ന പേരിൽ അതെല്ലാം കോഡീകരിച്ചുകൊണ്ട് ശൈഖുനായുടെ ഫത്വാകൾ മൊത്തമായി നമ്മൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2-3 പതിപ്പുകൾ അതിൻ്റേത് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ചാൽ കിട്ടൂല, ഇനി രണ്ടാമത് അടിച്ചിട്ട് വേണം. ഏതായാലും
ആ കാര്യങ്ങളിലൊക്കെ സഹകരിക്കാനും അക്കാര്യങ്ങളിലൊക്കെ ശൈഖുനായെ സഹായിക്കാനും ശൈഖുനായുടെ പ്രസ്ഥാനത്തെയും ശൈഖുനായുടെ ആശയപ്രചാരണത്തെയും ദൗത്യ നിർവഹണത്തിലും സഹകാരിയായി ജീവിക്കാനും ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുമായി പൂർവകാല ഉസ്താദ് ശിഷ്യന്മാരിൽ നിന്ന് അവർ ബഹുമാനപ്പെട്ട ശൈഖുനായുടെ സബകത്തിൽ വരുന്നത് 950കളിലാണ്. വണ്ടൂരിൽ ബഹുമാനപ്പെട്ട ശൈഖുനാവുകൾ തുടങ്ങുന്നതിൻ്റെ ഏതാണ്ട് ആരംഭത്തിൽ ആ 50കൾ മുതൽക്ക് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന അവരുമായി 970കളിലും 78ലും 77ലുമൊക്കെയായി ബന്ധപ്പെടുന്ന ഞങ്ങൾക്ക് മുതിർന്ന ജ്യേഷ്ഠന്മാരുമായി പിതൃതുല്യരായ ജ്യേഷ്ഠന്മാരുമായി സഹകരിക്കാനും ബന്ധപ്പെടാനുമുള്ള അവസരം കിട്ടുന്നത് അള്ളാഹു ആ ചുമതല ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിച്ചതുകൊണ്ടാണ്. ആ ചുമതലയിലൂടെയാണ് നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ടവരെ അറിയുന്നത്. ശൈഖുൽ ഉലമ എന്ന മഹത്തായ സ്ഥാനവും പേരും ശരിക്കും യോജിച്ച ഒരു മഹാനായിരുന്നു അവർ എല്ലാ അർത്ഥത്തിലും. ഇവിടെ നിങ്ങൾ വായിച്ചു കേട്ടല്ലോ, സാധാരണ നമ്മൾ ഷെയ്ഖ് മുരീദ് എന്നൊക്കെ പറയല് ആത്മീയ രംഗത്ത് മഹാഗുരുക്കളായി വരുന്നവരാണ് ഷെയ്ഖ് എന്നൊക്കെ സാധാരണ പറയാറുള്ളത്. ആ അർത്ഥത്തിൽ ഉലമാക്കന്മാർക്ക് ഷെയ്ഖ് തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുൽ ഉലമ അവർകൾ. സാധാരണ ഇൽമുകൾ ലാഹിറിൻ്റെ അഹലുകാർ പഠിച്ചുകൊണ്ട് ഈ ദീനിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ദീനിൻ്റെ കാവൽക്കാരും കാവലാളുകളുമായ ഉലമാക്കൾ പഠിച്ചു വരുന്ന ഇൽമുകൾ, ആ ഇൽമുകൾ പകർന്നു കൊടുക്കുന്ന കാര്യത്തിലും ബഹുമാനപ്പെട്ടവർ ശൈഖുൽ ഉലമ തന്നെയാണ്. അതാ കാര്യം പറയുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അക്കാലത്തുള്ള ഉലമാക്കളിൽ ആരും ബഹുമാനപ്പെട്ട ശൈഖുൽ ഉലമായുടെ ഇൽമ് കേൾക്കാത്തവരായോ ഇൽമ് ആസ്വദിക്കാത്തവരായോ ഇൽമിൽ നിന്ന് എന്തെങ്കിലും നേടാത്തവരായോ ഉണ്ടാകില്ല എന്നതാണ് ഈ അപധാനത്തിന് കാരണം. നമ്മൾ ആലോചിച്ചാൽ ബഹുമാനപ്പെട്ട ശൈഖുൽ ഉലമ അവർകൾ ഈ അർത്ഥത്തിൽ ശൈഖുനായോടൊപ്പം നിന്ന് നിഷ്കളങ്കമായി പ്രവർത്തിച്ചു, നിഷ്കപടമായി പ്രവർത്തിച്ചു, നിസ്വാർത്ഥമായി പ്രവർത്തിച്ചു. അങ്ങനെയുള്ള ആലിമീങ്ങളായ സ്വാലിഹീങ്ങളായ ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്ന സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ, ആ സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളിൽ കാണുന്ന ഗുണഗണങ്ങളാണ് നമ്മൾ വാഴ്ത്തിയാൽ കിട്ടുന്ന ഗുണഗണങ്ങളൊക്കെ. ഏത് നന്മയുടെ ഗുണത്തിൻ്റെ ഹദീസുകൾ എടുത്തുകൊണ്ട് ഓതിയാലും അത് ഇത്തരക്കാർക്ക് ഫിറ്റാകും. പണ്ടെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വര്യൻ സ്വകാര്യമായിട്ടുള്ള ഒരു വസിയത്ത് തേടിയപ്പോൾ ആ വസിയത്തിൽ ഉപദേശിച്ചതാണല്ലോ നമ്മൾ അഷ്റഫു വാഖിയുടെ ഓതിയത്. അങ്ങനെയുള്ള സ്വകാര്യ സംഭാഷണങ്ങളിൽ ആർക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള വസിയത്തുകളും പൊതുവായി ഈ സമൂഹത്തിന് മൊത്തമായി അള്ളാഹുവിൻ്റെ റസൂല് നൽകിയിട്ടുള്ള വസിയത്തുകളുമൊക്കെ അവരുടെ അനന്തരാഗാമികളായി റസൂലുള്ളാഹി തങ്ങളുടെയും മറ്റു അമ്പിയാക്കളുടെയും അനന്തരഗാമികളായി ഓരോരുത്തരും അവരുടെ സ്വഭാവത്തിലും രൂപത്തിലും കദമിലുമായി ഈ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാ മഹത്തുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എല്ലാവർക്കും ഒരേ അളവിലും ഒരേ പോലെയുമല്ലെന്നേ ഉള്ളൂ. നബി തങ്ങൾ തന്നെ വിവരിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബിയുടെ കൽബിലുള്ളവരും മൂസാ നബിയുടെ കൽബിലുള്ളവരും ഈസാ നബിയുടെ കൽബിലുള്ളവരും അങ്ങനെയുള്ള കൽബിലുള്ളവർ അല്ലെങ്കിൽ അവരുടെ ഒക്കെ കദമിലുള്ളവർ പിൻഗാമികളായിട്ടുള്ള ഉലമാ മഹത്തുക്കളിൽ ഉണ്ടാകും. മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കദമിലും കൽബിലും മാത്രമായി നിൽക്കാനാണ് ആളുകൾ ഉണ്ടാകാതെ വരുള്ളൂ. കാരണം അതൊരു വലിയ സമ്പൂർണതയാണ്. ആ സമ്പൂർണതയോളം എത്താൻ പിൻഗാമികൾക്കോ മുൻഗാമികൾക്കോ ആർക്കും സാധ്യമല്ല. ബാക്കി കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്കെല്ലാം കഥമുണ്ട്, ശേഷിപ്പുണ്ട് അന്ത്യനാൾ വരെ. ബാക്കി അമ്പിയാക്കന്മാർക്കെല്ലാം അവരുടെ കൽബ് പോലെ ആ കൽബിൻ്റെ മേൽ നിലകൊള്ളുന്ന ദൗത്യ നിർവഹണക്കാർ, ദീനിൻ്റെ വാഹകർ, ദീനിൻ്റെ പ്രയോക്താക്കൾ, വക്താക്കളുണ്ട്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവരിലൊരാളായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നവർ. നമ്മൾ കേൾക്കുന്നവരൊക്കെ ദർസ് നടത്തുന്നവരാണ്, ആലിമീങ്ങളാണ്, ഫത്വ കൊടുക്കുന്നവരാണ്, എങ്ങനെയാണെന്ന് കരുതിയാൽ അതൊക്കെയും അള്ളാഹ്ക്ക് വേണ്ടവരാണ്, സ്വാലിഹീങ്ങളാണെന്ന് കിട്ടൂല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന ഹാദദ്ദീന ലയുഅയ്യിദു ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ദീനിനെ അല്ലാഹു തആല ബലപ്പെടുത്തും, ഈ ദീനിനെ അല്ലാഹു തആല ശക്തി പകരും. ദുർനടപ്പുകാരനായ മോശപ്പെട്ടവരായ കപടന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ടും അള്ളാഹു ഈ ദീനിന് ശക്തി പകരുമെന്ന്.
ഇത് ഖൈബർ പോരാട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ നിന്ന് ധീരധീരം പോരാടി ഒരുപാട് അവിശ്വാസികളുടെ തലയറുത്തിട്ട ധീരനായ ഒരു യോദ്ധാവിൻ്റെ വാഴ്ത്തുപാട്ടുകളും അവരുടെ സ്തുതിഗീതങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു വാചകമാണ്. അദ്ദേഹത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, അദ്ദേഹം ശരിക്കും വിശ്വാസിയല്ല, അദ്ദേഹം മൂമിനല്ല എന്ന്. ഇതൊന്ന് അറിയണമല്ലോ, നബി പറഞ്ഞതല്ലേ, അത് അങ്ങനെ തന്നെ വരുമല്ലോ എന്ന് കരുതിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ ഇദ്ദേഹത്തെ തന്നെ വീക്ഷിച്ചുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടും കുറച്ച് ജീവിച്ചു. അങ്ങനെ തന്നെ യുദ്ധക്കളത്തിലും യുദ്ധത്തിൻ്റെ നാളുകളിലും നിലക്കൊണ്ടു. ആ നിലക്കൊണ്ട ആൾ ഇദ്ദേഹത്തെ കണ്ടെത്തി വാൾമുന സ്വന്തം വെച്ച് നെഞ്ചിലേക്ക് വെച്ച് ആത്മഹത്യ ചെയ്ത് മരിക്കുകയാണ് അയാളുണ്ടായത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് വളരെ സത്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം വന്ന് സ്വഹാബത്തിന്റെ മുൻപാകെ തിരുനബിയോട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, അള്ളാഹിന്റെ റസൂല് തന്നെയാണ് അങ്ങുന്നെന്ന് ഞാൻ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു, സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇതെന്താ അപ്പോൾ ഒരു ഷഹാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതൊന്നുമില്ല, എല്ലാവരും വലിയ ആളാന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ കപടനാണ്, മോശപ്പെട്ട ആളാണ് എന്ന് തങ്ങൾ പറഞ്ഞ ആ ആളില്ലേ, ആ ആളെക്കുറിച്ച് ജനങ്ങൾക്ക് അങ്ങയുടെ വാക്കൊരു വലിയ ഭീകരമായ കാര്യമായി തോന്നി. ഇങ്ങനെയുള്ള ഒരു ധീര യോദ്ധാവ് മോശമാണെങ്കിൽ നമ്മളൊക്കെ എന്താ ആവുക എന്നവർക്ക് തോന്നിപ്പോയി. ആ സമയത്ത് ഞാൻ ഇയാളെ നിരീക്ഷിക്കുമെന്ന് വാക്കേറ്റുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിച്ച് അദ്ദേഹം ഇങ്ങനെ മരണപ്പെട്ടത് കണ്ടു. എനിക്കവിടുത്തെ വാക്ക് സുതരാം ബോധ്യമായി എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപാകെ ആ സ്വഹാബിയൻ പറഞ്ഞപ്പോൾ എല്ലാവരും സാക്ഷിയാക്കി നബി പറഞ്ഞതാണ്, ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ. ദുർനടപ്പുകാരനായ വിശ്വാസിയല്ലാത്ത കപടന്മാരെ കൊണ്ടും അല്ലാഹു ഈ ദീനിന് ശക്തി നൽകുന്നു. അത് ഏതെങ്കിലും അമോട്ടിനെ കൊണ്ടോ ഏതെങ്കിലും പോക്കരെ കൊണ്ടോ ഏതെങ്കിലും യോദ്ധാവരെ കൊണ്ടോ ഏതെങ്കിലും കുഞ്ഞാലിമാരെ കൊണ്ടോ മാത്രം പറഞ്ഞതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന വിധം മഹാന്മാർ ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ധീര യോദ്ധാക്കൾ എല്ലാവരിലും വരും, അത് നമുക്ക് ബോധ്യപ്പെടും. പേരിന് വേണ്ടി, സ്വത്തിന് വേണ്ടി, ഒനീമത്തിന് വേണ്ടി, ആ തരത്തിലുള്ള പ്രകടനപരതയ്ക്ക് വേണ്ടിയിട്ട് ധീര യോദ്ധാക്കളായിട്ട് പലരും വരും. അങ്ങനെയുള്ള ധീരയോദ്ധാക്കളായി ദീനിന്റെ യുദ്ധക്കളത്തിൽ ശക്തിപ്പെടുത്തുന്നു പറഞ്ഞാൽ അത് വേഗം മനസ്സിലാകും. മഹാനായ അലി ഇബ്നുൽ ഹവ്വാസ് തങ്ങളവർകൾ പറയുന്നത്, ഈ പറഞ്ഞ റജുൽ ഒരു ഇൽമു പഠിച്ചിട്ടുള്ള ആലിമാണ്. അല്ലാഹുവിന്റെ റസൂലിൽ പറയുന്ന ഫാജിറായ റജുൽ, ദീനിന് ശക്തി പകരുന്ന റജുൽ എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഒരു ആലിമിനെ പറ്റിയാണ്. അയാൾ ഇൽമു പഠിക്കുന്നു, ഇൽമു ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നു. ഇൽമു ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, അതിലെ അന്തർരഹസ്യങ്ങളും ഫിഖ്ഹും അതിലെ തത്വങ്ങളും രഹസ്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് പകർന്നു നൽകുന്നു. ഫഖ്ഹും എന്ന് പറഞ്ഞിട്ട് ചില നുസ്ഖകളിൽ കാണുന്നത് യുഫ്തിഹിന്ന, ജനങ്ങൾക്ക് ഫത്വ നൽകുന്നു. ഫത്വ നൽകുന്നവരായും യുദർരിസുഹും, നബി തങ്ങൾ പറയുന്നു അവർക്ക് ദർസ് നടത്തുന്നവരായും ഒക്കെ നിൽക്കുന്ന ആലിം. അങ്ങനെയുള്ള ആലിം പക്ഷേ അയാളെ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ആലിമിന്റെ കൂട്ടത്തിലുള്ളവരെ കൊണ്ടാണ് ഈ പറഞ്ഞതെന്ന് മഹാനായ അലി ഇബ്നുൽ ഹവ്വാസ് എന്ന മഹാനവറുകൾ പ്രസ്താവിച്ചത് ഇമാം ഷഅറാനി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഔലിയാക്കന്മാർ മഹാന്മാർ നമുക്ക് വിവരിച്ചു വരുമ്പോൾ നമുക്ക് നല്ല ബോധ്യപ്പെടും. ആലിമീങ്ങളിൽ ഫത്വ നൽകുന്നവരിൽ, ദർസ് നടത്തുന്നവരിൽ, ഫിഖ്ഹ് പഠിപ്പിക്കുന്ന ഫഖീഹുമാരിൽ വരെയും ഇത്തരം ദീനിന് ശക്തിപ്പെടുത്താൻ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഹിക്മത്ത് കൊണ്ട് പ്രത്യേകം അല്ലാഹു തആല വെച്ചിട്ടുള്ളവർ കാണും. പക്ഷെ അവർക്ക് യാതൊരു നേട്ടവുമില്ല, അവർക്ക് പകരം കിട്ടുന്നത് നരകമാകുന്നു. കാരണം ഇഖ്ലാസില്ല, ലക്ഷ്യം അല്ലാഹുവല്ല, അല്ലാഹുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടല്ല ഈ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നത് എന്നതുകൊണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആലിമീകളിൽ ഉണ്ടാകും, മുഫ്തിമാരിൽ ഉണ്ടാകും, മുദരിസുമാരിൽ ഉണ്ടാകും. അതില്ലാതെ വരണമെങ്കിൽ ഇഖ്ലാസും അതിൻ്റെ കാതലായ സിദ്ഖും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ഈ പ്രവർത്തികളെല്ലാം അല്ലാഹുവിന്റെ ഹൗല് കൊണ്ടും ഖുവ്വത്ത് കൊണ്ടും മാത്രം ഉണ്ടാകുന്നതാണ്.
തന്നെ അതിൽ കാണാതെ അള്ളാഹുവിന്റെ പ്രവൃത്തിയായി അതിനെ കാണുന്ന വിധത്തിൽ എല്ലാ ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവർ ഞാനത് കാട്ടി, ഞാനിത് കാട്ടി, ഞാനെങ്ങനെ കാട്ടി, ഞാനിങ്ങനെ കാട്ടി, ഞാനിങ്ങനെ പ്രശംസിച്ചു, ഞാനിങ്ങനെ ഇതൊന്നും പറയാനുണ്ടാകില്ല. അങ്ങനെ പറയാനില്ലാത്ത ആളുകളാണ് ഇഖ്ലാസും സിദ്ഖുമുള്ള ആളുകൾ. അത്തരം ആളുകൾ വളരെ വളരെ ദുർലഭമായിരിക്കും. അത് ലക്ഷങ്ങളിലൊന്ന്, വേണമെങ്കിൽ കോടികളിലൊന്നൊക്കെ ഉണ്ടാവുള്ളൂ. കോടാനുകോടികളല്ല ഇപ്പം കണക്ക്. കോടാനുകോടികളായി മറിയുന്ന കാലത്ത് കോടികളൊന്നൊക്കെ അത്തരം ആളുകൾ കാണും. ഏത് രംഗത്തും ഈ കള്ളനാണയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വാലിഹീങ്ങളെന്ന് ആരാലും വാഴ്ത്തപ്പെടുകയും എല്ലാവരാലും സ്വീകരിക്കപ്പെടുന്ന ഒരു ഖബൂല് അള്ളാഹുവിന്റെ മലക്കുകളുടെ ലോകത്തുള്ളത് അള്ളാഹു തആല ഓശാരമായി ജനങ്ങളിലേക്കും മാലോകരിലേക്കും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന മഖബൂലുകളുമായിട്ടുള്ള മഹാന്മാർ വളരെ കുറച്ചു പേരെ ഉണ്ടാവൂ. ആ കുറച്ചു പേരിൽ പലരും പല ദൗത്യ നിർവഹണക്കാരായിരിക്കും. അവരിൽ നമ്മൾ കാണുന്ന മഹാനർ ബഹുമാനപ്പെട്ട ശൈഖുനാവുകളുടെ പാതയിൽ, ശൈഖുനായുടെ സംഘത്തിൽ, ശൈഖുനായുടെ ആശയത്തിൽ, ശൈഖുനായുടെ ദൗത്യത്തെ സേവിച്ചുകൊണ്ട് മരിക്കുന്നത് വരെ നിലക്കൊണ്ടുവന്നതാണ് സൗഭാഗ്യകരമായിട്ടുള്ള ഒന്ന്. അതാണ് അവരിൽ നമ്മൾ കാണുന്ന ദൗത്യം. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ശൈഖുന രൂപീകരിച്ച സംഘത്തിന്റെ നായകന്മാരായി ശൈഖുന തെരഞ്ഞെടുത്തിട്ടുള്ളവരും അവർക്കു ശേഷം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരും അവരെല്ലാവരും പ്രസിഡന്റുമാരായി കിട്ടിയവർ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആയുസ് നൽകിയവരാണ്. കണക്കൊന്നുമില്ല. നമ്മൾ കണ്ടെടുത്തുള്ള അനുഭവം പറയാലോ, എല്ലാവർക്കും അങ്ങനെ വേണമെന്നൊന്നുമില്ല. പ്രസിഡന്റ് ആയിട്ടുള്ളവരൊക്കെ നല്ല ആയുസ്സുള്ളവരാണ്. ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാർ ഒന്നാമത്തെ പ്രസിഡന്റ്, ശേഷം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കീഴനൂർ, ശേഷം വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുൽ ഉലമ. ഈ മൂന്ന് പേരും നല്ലപോലെ ദീർഘായുസ് അല്ലാഹു തആല നൽകിയിട്ടുള്ളവരും ആ ദീർഘായുസ്സിനനുസാരം അവസാനം വരെ നിലകൊണ്ടിട്ടുള്ളവരുമാണ്. അവരവരുടെ ദൗത്യം നീച്ചെടുക്കാനും പോകാനും സ്റ്റേജിൽ വരാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതിനായിരിക്കണമല്ലോ ഓരോരുത്തരെയും പഠിച്ചത്. ചെന്ന് കാണുന്നവരെയും നോക്കിക്കാണുന്നവരെയും ശിഷ്യന്മാരെയും മറ്റുമറ്റുമൊക്കെ വളർത്തി അവരിലൂടെ അല്ലാഹു തആല എന്താണോ ഉദ്ദേശിച്ച എന്ന ദൗത്യം നിർവഹിക്കാൻ അവർക്ക് നൽകപ്പെട്ടത് അവർ പകർന്നു നൽകുകയും അവകാശികളിലേക്ക് കൈമാറുകയും ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാകും പലരും. ആ കൂട്ടത്തിൽ പെട്ടവർ എല്ലാവരും സ്റ്റേജിൽ വന്നവരല്ലെങ്കിലും അവസാനം വരെ ദീർഘമായി ഏതാണ്ട് 80 വയസ്സിൻ്റെ അപ്പുറം 90 വയസ്സിൻ്റെ ഇടയിലും 90 വയസ്സുമൊക്കെയായി തികച്ചവരാണ് ഇവരൊക്കെ. ഇപ്പൊ നമുക്കുള്ള ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവറുകളും ഏതാണ്ട് 90-നോട് അടുക്കുന്നവരാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മരിക്കുന്നത് വരേക്കും അള്ളാഹു തആല അവരുടെ ഓർമ്മയും ബുദ്ധിയും എല്ലാ ശക്തികളും സിദ്ധികളും അള്ളാഹു തആല നിലനിർത്തട്ടെ. നമ്മുടെ സംഘത്തെ അള്ളാഹു തആല ആ വിധം ധന്യമാക്കട്ടെ. ഇങ്ങനെയുള്ള അമരക്കാരുടെ കൂട്ടത്തിൽ സുദീർഘമായി പ്രസിഡന്റായിരുന്നാലും അല്ലെങ്കിലും തൻ്റെ ആയുഷ്കാലം മുഴുക്കെ ഈ സംഘത്തെ സേവിക്കാൻ, ശൈഖുനായെ സേവിക്കാൻ, തൻ്റെ മഹാഗുരുവിൻ്റെ കീഴിൽ ഒപ്പം നിൽക്കാൻ, തൻ്റെ മഹാഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, അത് ജനങ്ങളിലേക്ക് കൈമാറാൻ, പ്രത്യേകിച്ച് ശിഷ്യന്മാരിലേക്ക് കൈമാറാൻ അവരവരുടേതായ സ്വഭാവത്തിൽ വർത്തിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും ബലപ്പെട്ടവരും ഏറ്റവും പ്രശസ്തരും ഏറ്റവും സ്തുത്യർഹരുമാണ് നമ്മളിപ്പോൾ പ്രകീർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുൽ ഉലമ അവர்கள். താരതമ്യം ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ, മൂസാ നബിയുടെ കൽബാരും ഇബ്രാഹിം നബിയുടെ കൽബാരും ഈസാ നബിയുടെ കൽബാരും യൂനുസ് നബിൻ്റെ കൽബാരൊക്കെ ഈ ഉമ്മത്തിലെ വാരിസ്യങ്ങളായ ഉലമാക്കളിൽ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാവിധം എല്ലാ തരത്തിലും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഓരോരുത്തർക്കും അള്ളാഹു നൽകുന്ന സ്വഭാവം വ്യത്യസ്തമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവും അബൂബക്കർ സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും അലിയാരുമൊക്കെ റസൂലുള്ളാഹിന്റെ 4 ഖലീഫമാരിലും 4 വ്യത്യസ്ത സ്വഭാവത്തിൽ നിലകൊണ്ടവരാണ്. അങ്ങനെ തന്നെയാണ് പിൻഗാമികളായി ഈ ഇൽമിന്റെ ഖിലാഫത്ത് നിറവേറ്റിയിട്ടുള്ള ഉലമാക്കളുടെ എല്ലാം നില. പക്ഷെ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട സിദ്ധികളോടെ തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഖുവ്വത്തുകളും സിദ്ധികളും എല്ലാം അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അവർ ചെലവഴിക്കുന്നുണ്ടോ? തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവർ ചെലവഴിക്കുന്നുണ്ടോ? തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ അവർ സജീവമാണോ? അവർ അതിൽ ശരിക്കും 100% വിജയം നേടിയവരാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോരുത്തരെ കൊണ്ടും ഏൽപ്പിച്ച ഉപകാരങ്ങൾ ഈ സമൂഹത്തിന് നൽകാൻ അള്ളാഹു മാത്രമാണ്
ഏറ്റെടുത്തവൻ അള്ളാഹുവിൻ്റെ മാത്രം കാര്യമാണത്. അത് അള്ളാഹു ഏറ്റെടുത്ത് നടത്തും. പക്ഷേ ഓരോരുത്തർക്കും ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ടല്ലോ. അതിൽ നമ്മൾ അഭിമാനപൂർവ്വം, സന്തോഷപൂർവ്വം, കൃതജ്ഞതാപൂർവ്വം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുൽ ഉലമ അവർ സഞ്ചരിച്ച പാത സത്യപാതയാണ്. ശൈഖുനായുടെ പാത സത്യപാതയാണ്. സത്യത്തിൻ്റെ ആശയങ്ങളാണ് ശൈഖുന നൽകിയത്. കാര്യലാഭത്തിന് വേണ്ടിയല്ലെന്ന് ആർക്കും ബോധ്യമാകുന്ന വിധമാണ് ശൈഖുനായുടെ അവസാന കാലത്തെ ദശകങ്ങൾ ശൈഖുനാവുകൾ ജീവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് മുൻപത്തെ ദശകങ്ങൾ പേരുകൊണ്ടും പ്രശസ്തി കൊണ്ടും ജനസ്വാധീനം കൊണ്ടും ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരം കൊണ്ടുമെല്ലാം ചോദ്യം ചെയ്യപ്പെടാത്ത മുടിചൂടാമന്നനായി ശൈഖുനാവുകൾ വിരാജിച്ചുണ്ടെങ്കിലും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കേണ്ടി വന്ന ആ സാഹചര്യം മുതൽക്ക് ഇങ്ങോട്ട് ആളുകൾ, ജനങ്ങൾ സമസ്തയുടെ കൂടെ നിൽക്കുന്നവരാണല്ലോ ബഹുഭൂരിപക്ഷവും. അത്തരം ആളുകളിൽ പലർക്കും ശൈഖുനായ വേണ്ടാതായവരുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ദൗത്യം, അവസാനത്തെ കാലം, അതാണല്ലോ വലിയ ദൗത്യം നിർവഹിക്കേണ്ട കാലം. എൻ്റെ ഉമ്മത്തിൽ ഒരാളവരുടെ സുന്നത്ത് ഹയാത്താക്കിക്കൊണ്ട് ജീവിച്ചാൽ ആളുകൾ ദുഷിച്ചു പോകുന്ന കാലത്താണെങ്കിൽ, ബഹുഭൂരിപക്ഷവും കെട്ട കാലത്താണെങ്കിൽ 100 വട്ടം ദീനിനു വേണ്ടി സമരം ചെയ്ത് മരിച്ച യോദ്ധാവിന്റെ പുണ്യമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ദൗത്യത്തിലും ആ മഹത്വത്തിലും ആളുകൾ എത്തുന്നത് ജനങ്ങൾ കെട്ട ശേഷമാണ്. ആ കെട്ടവർ അധികമാവുന്ന കാലത്ത് ഞാൻ ഏതെങ്കിലും ആരെയെങ്കിലും ഉദ്ദേശിച്ച് പറയുന്നതല്ല. പൊതുവിൽ ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ ഇച്ഛയാണ്, അവരുടെ താല്പര്യമാണ്. തങ്ങളുടെ താല്പര്യത്തിനൊത്താണ് ആരാർ പറയുന്നതെങ്കിൽ അവരൊപ്പം നിൽക്കുക. അവരൊപ്പം സജീവമായിരിക്കും. ചിലർ സജീവമായൊന്നുമല്ല. ഓലും വലമാക്കളല്ലേ, ഓലും നല്ലവരല്ലേ, ഓലും ഇങ്ങനെയല്ലേ എന്ന് നോക്കുക. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ നിന്നു പോകാമെന്ന് കരുതുന്നവർ വളരെ കൂടുതൽ. അത്തരം ഒരു കാലത്താണ് ബഹുമാനപ്പെട്ടവർ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം മഹാനായ ശംസുൽ ഉലമാ വദ്ദീൻ ബഹുമാനപ്പെട്ട ഖുതുബി മഹാനവർകളുടെ അവരുടെ എല്ലാ ജാഹ് ബർക്കത്തുകളും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ഇഷ്ടക്കാരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിക്കട്ടെ. ആ മഹാന ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം, ആ മഹാനിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള ദൗത്യം, ആ മഹാന്റെ സരണിയിലൂടെ സഞ്ചരിക്കുന്ന ദൗത്യമാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ ഏറ്റെടുത്ത് നിർവഹിച്ചത്. അതിൻ്റെ കൂടെ 100% നിന്നുകൊണ്ട് ശൈഖുനാക്ക് പ്രിയപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട, വത്സലനായ ശിഷ്യനായിക്കൊണ്ട് തന്നെ നിലനിൽക്കാനും നമുക്കെല്ലാവർക്കും മഹാഗുരുവായി നിലനിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകി ആ ആദരിച്ച മഹാനരെ അതിനു പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നല്ല പൊലിവുകൾ നൽകി ആദരിക്കട്ടെ, മഹത്വങ്ങൾ ഏറ്റി കൊടുത്ത് ആദരിക്കട്ടെ. അതിനൊക്കെ പ്രാർത്ഥിക്കാനാണ് നമ്മൾ സമ്മേളിക്കുന്നത്. അതോടൊപ്പം അവരുടെ ജീവിത പാഠങ്ങൾ പഠിച്ച് അവരുടെ അപദാനങ്ങളും മധുഹുകളും കേട്ട് നമുക്ക് ആത്മനിർവൃത്തി കൊള്ളാനും, നമുക്ക് ഹൃദയത്തിൽ വെളിച്ചം കൊള്ളാനും, നമുക്ക് ആത്മാവിന് നല്ല നിർദ്ദേശങ്ങളും നല്ല ഉപദേശങ്ങളും കിട്ടാനും എല്ലാറ്റിനുമാണ് നമ്മളിങ്ങനെ സമ്മേളിക്കുന്നത്. അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. മഹാനുടെ പേരിലുള്ള സൗധം ഇത് സൗധമായി ഇപ്പം തന്നെ തോന്നണ്ട. ഇൻഷാ അല്ലാഹ് അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലപോലെ അതിൻ്റെ മുകളിൽ കയറ്റാനൊക്കെ ഉള്ള ബലം അതിനുണ്ട്. ആ ബലത്തിൽ അത് കയറണം, ഉയരണം. ബഹുമാനപ്പെട്ടവരുടെ അതേ ലെവലിൽ, ബഹുമാനപ്പെട്ടവരുടെ പേരിൽ എന്ന് നിലനിൽക്കുന്ന രീതിയിൽ തന്നെ ഇൽമിനോടും അവർ നടത്തിയ സത്ബന്ധമിനോടും സത്സരണിയോടും എല്ലാവിധത്തിലുള്ള ആത്മീയ വഴികളോടും യോജിച്ച വിധത്തിലുള്ള നല്ല നല്ല ധർമ്മങ്ങൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട് ഈ സ്ഥാപനം സജീവമാകണം. അതിലെല്ലാവരും സഹായിക്കണം, എല്ലാവരും സഹകരിക്കണം. നമ്മളെല്ലാവരും അതിനുവേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കണം. സംഘകുടുംബത്തിലെ എല്ലാവരും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ ദീർഘകാലത്തെ അധ്യക്ഷൻ എന്ന് നമ്മൾ കാണുന്ന കേൾക്കുന്ന കാലത്ത്, ഇനി അതല്ല അതിൻ്റെ മുൻപത്തെ കാലത്തും രൂപീകരണ ഘട്ടം മുതൽ ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ വഫാത്താകുന്നത് വരെയും ശേഷം ഏതാണ്ട് 4 ദശകത്തോളവും ഈ സംഘത്തിൻ്റെ എണ്ണം പറഞ്ഞ നേതൃത്വത്തിൽ എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരുന്നവരാണ് ബഹുമാനപ്പെട്ടവർ. ആ ബഹുമാനപ്പെട്ടവരുടെ എല്ലാ മദതുകളും പൊരുത്തവും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകട്ടെ. ആ പൊരുത്തം നേടുന്ന വഴിയിൽ സഞ്ചരിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവരുടെ പേരിലുള്ള ഒരു മഹാസൗധമായി
ഇൽമിയായ സേവനങ്ങൾ തന്നെ, ദീനിയായ സേവനങ്ങൾ തന്നെ ഈ സൗധത്തിൽ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ സംഘാടകർക്ക് അതിനുള്ള വഴികൾ അല്ലാഹു തആല ഒരുക്കി കൊടുക്കട്ടെ. സംഘാടകർ പ്രധാനമായി അവിടുത്തെ മക്കൾ തന്നെയാണ്. ഓലെന്നെ എണ്ണം പറഞ്ഞ മൂല്യന്മാരാണല്ലോ, മുദരിസുമാരാണല്ലോ. അവരിലാർക്കെങ്കിലും തന്നെ ദർസ് നടത്താൻ പറ്റുന്ന അങ്ങനെയും ചെയ്യാം. പേരക്കുട്ടികളാണെങ്കിൽ അതിലേറെ വലിയ 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 മൂല്യന്മാരാണ്. അതൊരു മഹാഭാഗ്യമാണ്. ഇപ്പോൾ വർത്തമാനകാലത്ത് നമ്മൾ കാണുന്ന വിലമാക്കളുടെ കൂട്ടത്തിൽ മഹാനവറുകൾക്ക് നൽകിയത്. മകളുടെ കുട്ടികൾ, പേരക്കുട്ടികൾ, പുല്ലൂർച്ചൊക്കെ കുട്ടികൾ നല്ല 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 മൂല്യന്മാരാണ് എല്ലാവരും, മുദരിസുമാർ. മക്കളാണെങ്കിലും അതുമൊക്കെ മുദരിസുമാർ. അങ്ങനെയുള്ള ദർസ് നടത്തുന്ന മുദരിസുമാരായ മക്കളും പേരമക്കളും തന്നെ അവർക്കുണ്ട്. ദീനിയായും ഇൽമിയായും അവരെ കയ്യേറാനും അവരിൽ നിന്ന് കയ്യേറ്റു വാങ്ങാനും വേണ്ടതൊക്കെ നടത്തിക്കൊണ്ടിരിക്കാനും. അതുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംരംഭങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഒത്താശകളും മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയും നമ്മളെല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പ്രത്യേകമായി സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് റഹ്മാനും റഹീമുമായ റബ്ബേ, ഇതിനുവേണ്ടി പ്രത്യേകമായി സേവനങ്ങൾ അർപ്പിച്ച സംഭാവനകൾ എല്ലാവരെയും നീ കബൂലാക്കണമേ റഹ്മാനെ. അതുപോലെ തന്നെ ഈ ആണ്ടുപരിപാടികളും വെറുതെ ഒന്നും നടക്കൂലല്ലോ. ഭക്ഷണം കൊടുക്കാനും അതുപോലത്തെ കാര്യങ്ങൾ നടത്താനും പന്തലിടാനും കസേരയിടാനൊക്കെ നല്ല നല്ല സംഖ്യകൾ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ വരുമെന്ന് നമുക്കറിയാം. അതിനൊക്കെ സഹായിച്ചവരുണ്ടാകും, സഹായിക്കേണ്ടവരുമാണ് നമ്മളൊക്കെ. ആലിമീങ്ങളെ പറയുന്നത് കേവലം അവർക്ക് നമ്മൾ മൗലൂദ് ഓതി ദുആ ചെയ്ത് പിരിയാനല്ല, അവരുടെ സന്ദേശം ലോകത്തിന് നൽകാനാണ്. അവരുടെ സന്ദേശം ദീനിൻ്റെ സന്ദേശമാണ്, ഇൽമിൻ്റെ സന്ദേശമാണ്, അഖീദയുടെ സന്ദേശമാണ്, ഫിഖ്ഹിന്റെ സന്ദേശമാണ്, നമ്മുടെ ആത്മീയ വഴിയുടെ സന്ദേശമാണ്. അത് നൽകാൻ വേണ്ടിയിട്ടുള്ള സദസ്സുകളാണിത്. ഈ സദസ്സുകളെ ഒക്കെ സേവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകളെ ഒക്കെ നീ കബൂലാക്കണമേ റഹ്മാനെ. ഇതിന് ചെയ്ത സംഭാവനകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സ്ഥാപനത്തിന് ചെയ്ത സംഭാവനകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ ആശയങ്ങളും ലേഖനങ്ങളും ഒക്കെ പ്രസിദ്ധീകരിക്കുകയും അത് ജനങ്ങളിൽ നിലനിർത്തുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശിഷ്യന്മാരെയും അവരുടെ ശിക്ഷകണങ്ങളെയും നീ ഉയർത്തണമേ റഹ്മാനെ. അവർക്കെല്ലാവർക്കും നീ ബറക്കത്ത് നൽകണമേ റഹ്മാനെ. മഹാനായ ശംസുൽ ഉലമാ എന്ന് ഞങ്ങൾ വിളിക്കുന്ന നിന്റെ ആ അടിയാൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള പിൻഗാമികളായി നിൽക്കാൻ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ സ്ഥാനത്തിലൊതുങ്ങുന്ന വിധം കാര്യങ്ങളൊക്കെ നടത്തിപ്പോകാൻ മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഈ പരിപാടിക്കും ഈ സൗധത്തിനും ഈ സ്ഥാപനത്തിനും വേണ്ടി സഹായിച്ചവർക്കും മേലിൽ സഹായിക്കുന്നവർക്കും എല്ലാം നീ കബൂൽ നൽകണേ റഹ്മാനെ. നീ അങ്ങനെ സഹായിച്ചവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നീ സഹായം ചൊരിയണേ റഹ്മാനെ. ബറക്കത്ത് നൽകണേ റഹ്മാനെ. വൈനാ നൽകണേ റഹ്മാനെ. ക്ഷേമം നൽകണേ റഹ്മാനെ. സന്തോഷം നൽകണേ റഹ്മാനെ. ആപത്ത് മുസീബത്തുകളിൽ നിന്നുള്ള രക്ഷ നൽകണമേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ഇഷ്ടക്കാർ, പിരിശക്കാർ, കുടുംബക്കാർ, വേണ്ടപ്പെട്ടവരെല്ലാവരെയും ഇത്തരം മഹത്തുക്കളുടെ ബറക്കത്തുകളുടെ എല്ലാത്തരം ആപത്ത് മുസീബത്തുകളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ പലരും പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരുപാട് ഇഷ്ടക്കാരുടെയും പിരിശക്കാരുടെയും രോഗികൾ ധാരാളമുണ്ട്. ചെറുപ്പക്കാരായ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ഇഷ്ടക്കാർ ഡയാലിസിസ് ചെയ്തുകൊണ്ട് ആഴ്ചയിൽ 2-3 തവണയൊക്കെ ചെയ്തുകൊണ്ട് കഴിയുന്നവരുണ്ട്. റഹ്മാനായ റബ്ബെ, അവർക്കൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ. മരിക്കുന്നവരെ ആരോഗ്യം നൽകണേ റബ്ബെ. ആഫിയത്ത് നൽകണേ റബ്ബെ. നീ നൽകി പരീക്ഷിച്ച രോഗം കൊണ്ട് അവർ കഷ്ടപ്പെടരുതേ റബ്ബെ. അവസാനം വരെ വിഷമിക്കരുതേ റഹ്മാനെ. അവസാന ശ്വാസം വരെ ആഫിയത്തോടുകൂടി നീ അവരെയും ഞങ്ങളെല്ലാവരെയും നിലനിർത്തണമേ റഹ്മാനെ. മരിച്ചു കിട്ടിയെങ്കിൽ നിന്ന് മക്കൾ കിട്ടുന്ന വിധം പ്രസവിച്ചു കിടക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടക്കാരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരിലുണ്ട്. റഹ്മാനായ റബ്ബെ, അത്തരം രോഗികൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ. അവർക്ക് ഏറ്റവും മുന്തിയ സമയം ഏതാണോ നിന്നിലേക്ക് വിശ്വലാകാൻ അത് നീ നൽകി അവരെ സഹായിക്കണേ റഹ്മാനെ. അവർ ജീവിച്ച ദിവസങ്ങളിൽ ഏറ്റവും മുന്തിയ സമയം, അവർ ജീവിച്ച സമയങ്ങളിൽ ഏറ്റവും മുന്തിയ സമയം നീ അവരെ നിന്നിലേക്ക് എടുക്കണമേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നിന്നിലേക്ക് എടുക്കുമ്പോൾ ഞങ്ങൾ ജീവിച്ച നാടുകളിൽ ഏറ്റവും മുന്തിയ നാടിൽ നിന്നെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങളെല്ലാവർക്കും, ഞങ്ങളുടെ ഇഷ്ടക്കാർ, പിരിശക്കാർ, വേണ്ടപ്പെട്ടവരെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.